ईद मुबारक। ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. തലേദിവസം മൈലാഞ്ചി ഇട്ടുകൊണ്ട് നമ്മളെ ഈദ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ തലേദിവസം മൈലാഞ്ചിട്ട് പിറ്റേ ദിവസം സുബൈ നിസ്കാരത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഈദ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവർക്കത് പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കിച്ചണിൽ കയറി ഒരു ചായ വെച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഏകദേശം 6:30 ആട്ടോ. 6:30 നേരത്താണ് ഞാനിപ്പോൾ ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്. കുട്ടികൾ എണീറ്റിട്ടില്ല കേട്ടോ. കുട്ടി നമ്മൾ പൊതുവെ പെരുന്നാളിന് വൈകിട്ട് പോരാത്തിന് 29 നോമ്പാണല്ലോ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെരുന്നാൾ പ്രഖ്യാപിക്കലും സാധനങ്ങൾ വാങ്ങലും മൈലാഞ്ചിടലും ചടപടെ ഉറങ്ങാനും ഭയങ്കരമായിട്ട് ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചായ വെച്ച് കുടിക്കാമെന്ന് എഴുതിയിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിക്കൻ വെള്ളത്തിലിടണം. ചിക്കൻ ഫ്രീസറിൽ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ചായയൊക്കെ വെച്ച് കുടിച്ച് വരുമ്പോഴേക്കും അത് ഐസൊക്കെ പോയിട്ടുണ്ടാവും. രാവിലെ കിച്ചടി കയറി കഴിഞ്ഞാൽ ചായ വെച്ച് കുടിക്കലും മസ്റ്റാട്ടോ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പണികൾ എടുക്കാനൊക്കെ ആയിട്ട് ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ നേരെ ഞാൻ മറ്റുള്ള പണികൾക്ക് നിൽക്കില്ല. ചായ എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നൊരു ടൈമിൽ ഫവൽക്ക വന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈദ് മുബാറക്ക്. അപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ പോണായൊരു ദൃശ്യം കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ ചിക്കൻ കട്ട് ചെയ്ത് അധികം കട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അധികം ഐസായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേഗം കട്ട് ചെയ്ത് കഴുകി വാര വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ നല്ല ഉറക്കമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ല ചന്തത്തിലാണ് കിടക്കുന്നത്. ഫൈഹാന ആന വന്ന് വിളിച്ചാലും ആന അലറി വിളിച്ചാലും ഫൈഹ എണിക്കില്ല കേട്ടോ. ഉറക്കത്തിൽപ്പെട്ട് പിന്നെ വേറെ നമ്മൾ പെരുന്നാളിനൊക്കെ ഇത്തിരി നേരത്തെ വിളിക്കുമല്ലോ കുട്ടികൾ. അപ്പോൾ അവൾക്ക് നേരത്തെ എണീച്ച് വെച്ചാൽ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ നോക്കാം കേട്ടോ. ഇട്ടത് എങ്ങനെ അത് ഇൻസ്റ്റൻറ്റ് മൈലാഞ്ചി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പുതിയത് എന്തായാലും ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊരു സിമ്പിളൊരു ടോപ്പ് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിയതാട്ടോ. ശരിക്കുള്ള ടോപ്പ് ജീൻസും ടോപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിട്ടിട്ട് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് രാവിലെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതിടാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളെ കുളിപ്പിച്ചിട്ട് എനിക്ക് കുളിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമേ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളുടെ കുളിയും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിച്ചണിൽ കയറിയിട്ട്. അപ്പോൾ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശയുടെ ബാറ്റർ ഉണ്ടായതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ പത്തിരി ഇറച്ചിയൊക്കെ ആകുമ്പോൾ പിന്നെ പത്തിരി ഇറച്ചി രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ഒക്കെ കൂടി ഹെവി ആക്കണ്ടല്ലോ എന്ന് കരുതി പൊതുവെ ഇക്ക ഉണ്ടാവാറുണ്ട് പെരുന്നാളിന്. ഇക്ക വരുമ്പോൾ പത്തിരി ഇറച്ചി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഇപ്രാവശ്യം ഉച്ചയ്ക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഞങ്ങൾ സിമ്പിളായിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ സബോള തക്കാളി കട്ടിങ്ങൊക്കെ ഫവൽക്ക ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുട്ടികൾക്ക് പുതിയതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുളിച്ച് അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സുമല്ലൊക്കെ ആവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നേരെ പിന്നെ അവരെ ഒരുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവരെ പെരുന്നാൾ ഡ്രസ്സ് ഇടലാണ്. അങ്ങനെ അവരെ റെഡിയാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളെ റെഡിയാക്കി അവരൊരു ഫോട്ടോ എടുക്കൽ അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ വീഡിയോക്ക് വേണ്ടി ഡാൻസൊക്കെ കളിച്ച് പോസ് ചെയ്യാം കേട്ടോ. ചേച്ചി എവിടെ നിന്ന് വരുന്നോ ചേച്ചി വെച്ചോ. ഇവിടക്ക് കൈ കാണിച്ച കൈയായിട്ട് കൈ കാണിച്ച് രണ്ടാൾക്കും. ഇൻസ്റ്റാഗ്രാമിൽ പെരുന്നാളിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി കൈ കൊണ്ട് കണ്ണ് പൊത്തിയിട്ട് തുറക്കണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവരെ മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യല കേട്ടോ. കണ്ടാൽ കോരിക്കൊണ്ട് കരള് തുടിക്കുന്ന
കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കോതിക്കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴി ഇത് മുബാറക് കെട്ടിപ്പിടിച്ചോളൂ ഇത് അപ്പോൾ സവാളും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് ബിരിയാണി പണിയും ഞാൻ അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സവാള വാട്ടാനിട്ടു അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇക്ക വരുമ്പോഴേക്കും ഫുഡ് ആവണം. അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കലും കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ഒരു വാലാകോലായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ക്ലീനാക്കി കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ് ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നീട് കിച്ചൺ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കച്ചമ്പർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒലിച്ച പോലെ ആവുമല്ലോ. അപ്പോൾ ബിരിയാണി ആയതിന് ശേഷം ബിരിയാണി ദമ്മ് പൊട്ടിച്ചതിന് ശേഷം ഞങ്ങൾ കച്ചമ്പർ ഉണ്ടാക്കാൻ നിൽക്കാണ്ട്. അപ്പോൾ അവൾക്കാണ് പൊതുവേ ഞങ്ങൾ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കൽ കച്ചമ്പർ ഉണ്ടാക്കുക. കാരണം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുന്നത് ഫവൽക്കൊക്കെ ഇഷ്ടമല്ല കേട്ടോ. കട്ട് ചെയ്ത് കച്ചമ്പർ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ചോപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഫവൽക്ക് തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മളെ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഞാൻ സാധാരണ നമ്മളെ തലശ്ശേരി ദം ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഇക്ക വന്നു, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അൽഹംദുലില്ലാ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി അടുത്തത് വീണ്ടും നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴിച്ച് കിച്ചൺ ക്ലീനാക്കലാണ്. അങ്ങനെ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഒരു 3:30-4 മണി ആവാറായപ്പോൾ ഞങ്ങൾ എണിച്ചിട്ടാണ്. എന്നിട്ട് ഇക്കാക്ക് ചായ വയ്ക്കാം, ഇക്കാക്ക് പോകണം, ഇക്ക വൈകിട്ട് പോകും. അപ്പോൾ ഇക്കാക്ക് ചായ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചായ വയ്ക്കുന്ന തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിന് ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകലില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ കിടന്ന് പിന്നെ നേരെ വൈകി എണിക്കാനായിട്ട് പിന്നെ പുറത്ത് അങ്ങനെ പോകലില്ല. ചില ദിവസം പോകും, ചില പെരുന്നാളിന് പോകാറുണ്ട്, ചില പെരുന്നാളിന് പോകാറില്ല. ഈ പെരുന്നാൾ പ്രത്യേകിച്ച് അങ്ങോട്ട് പോയൊന്നുമില്ല കേട്ടോ, വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ.